സാരംഗി സ്പീക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഗ്രീക്ക് ഇതിഹാസ കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീസിയസിന്റെ സംഭവബഹുലമായ ജീവിതകഥയുടെ രണ്ടാം ഭാഗമാണ് ഇന്നത്തേത്. തീസിയസിന്റെ കഥയുടെ ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഒരു ക്യുക്ക് റീക്യാപ്പ്. ഏഥൻസിലെ രാജാവായിരുന്ന ഏജിയസിന്റെയും ട്രോയ്സണിലെ രാജകുമാരിയായിരുന്ന എയ്ത്രയുടെയും മകനാണ് തീസിയസ്. എയ്ത്രയ്ക്ക് പൊസൈഡോണിൽ ഉണ്ടായ കുട്ടിയാണ് തീസിയസ് എന്ന് കഥകളിൽ പറയുന്നുണ്ട്. വിവാഹശേഷം അധികം താമസിയാതെ ഏജിയസ് ഏഥൻസിലേക്ക് മടങ്ങിയതിനാൽ അമ്മയുടെ സംരക്ഷണയിലാണ് തീസിയസ് വളർന്നതത്രേ. വളർന്ന യുവാവായപ്പോൾ അച്ഛൻ തനിക്ക് സമ്മാനമായി വെച്ചിരുന്ന പാദരക്ഷകളും വാളും എടുത്തുകൊണ്ട് അയാൾ ഏഥൻസിലേക്ക് യാത്രയായി. വഴിയിലുടനീളം എതിരാളികളെയെല്ലാം കൊന്ന് വീരയോദ്ധാവായിട്ടാണ് ഏഥൻസിലേക്ക് എത്തിയത്. നമ്മുടെ കഥാനായകനായ തീസിയസ് 6 എതിരാളികളെയൊക്കെ വകവരുത്തി ഏഥൻസിലേക്ക് എത്തിയിരിക്കുകയാണ്, തന്റെ അച്ഛൻ ഭരിക്കുന്ന രാജ്യത്തിലേക്ക്. ഏജിയസിന് മകനെ തിരിച്ചറിയാനാവുമോ? അതിനു മുമ്പ് ഇപ്പോ ഏജിയസിന്റെ അവസ്ഥ എങ്ങനെയാണെന്നും 10-16 വർഷമായില്ലേ ട്രോയ്സണിൽ നിന്നും പോന്നിട്ട് ആ രാജ്യത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. ഏജിയസ് ഏഥൻസിൽ എത്തിയപ്പോ നേരിട്ടങ്ങ് പോയി, അച്ഛാ ഇതാ ഞാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രാജാവിനെ എങ്ങനെ കാണാൻ പറ്റുമോ? ഏജിയസ് നമ്മുടെ എയ്ത്രയുടെ അടുത്തുനിന്ന് പോയപ്പോഴുള്ള വീരസാഹസികനായ യുവാവൊന്നും അല്ല, പ്രായമായി. എയ്ത്രയില് തനിക്കൊരു ആൺകുട്ടി ഉണ്ടായി, അവൻ ഏതെങ്കിലും കാലത്ത് തന്റെ രാജ്യത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചിരിപ്പാണ്. ഇത്രയും വർഷം മകൻ എത്താത്തതിൽ പരീക്ഷീണനായിരിക്കുകയാണ് രാജാവ്. കൂടാതെ വീണ്ടും ഒരു ആൺകുട്ടിയെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ വേറൊരു കല്യാണം കൂടി കഴിച്ചു. വിവാഹം കഴിച്ചത് ആരെയാണെന്നറിയാമോ? മീഡിയ എന്ന രാജകുമാരിയെ. ഈ പുള്ളിക്കാരിയുടെ കഥ വളരെ വിശദമായിട്ട് നമുക്ക് പറയേണ്ടതുണ്ട്, മറ്റൊരിക്കലാവാം. ഇപ്പൊ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാം. ജേസൺ ആൻഡ് ദി ആർഗോനോട്ട്സ് ഉണ്ടല്ലോ, അതായത് ആർഗോനോട്ട് എന്ന് പറയുന്ന കപ്പലില് ഒരുപാട് പര്യടനങ്ങൾക്കൊക്കെ പോയി ഗോൾഡൻ ഫ്ലീസ് കണ്ടുപിടിക്കാൻ പോയ ജേസണിന്റെ ഭാര്യയാണ് മീഡിയ. ജേസന്റെയും മീഡിയയുടെയും കഥ വളരെ ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ തിരിഞ്ഞതാണ്. ആ കൂട്ടത്തില് ജേസനെ ഉപേക്ഷിച്ചിട്ട് വന്ന മീഡിയയാണ് നമ്മുടെ ഏജിയസിന്റെ ഇപ്പോഴത്തെ ഭാര്യ. ഇവർക്ക് ഒരു ആൺകുട്ടിയുമുണ്ട്. ആ ആൺകുട്ടി ഏജിയസിന്റെ കാലശേഷം രാജാവാകും എന്നുള്ള പ്രതീക്ഷയിലാണ് മീഡിയ ഇരിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ മൂത്ത മകൻ എന്ന് പറഞ്ഞ ഒരാള് രാജാവിന്റെ സ്ഥാനത്തേക്ക് വരുന്നത് മീഡിയക്ക് സഹിക്കുവോ? ഇല്ല. മാത്രവുമല്ല, ഒരു മന്ത്രവാദിനിയും കൂടിയാണ് ഇവര്. തീസിയസ് കാലുകുത്തി ഏഥൻസില്, അതായത് നമ്മുടെ ഏജിയസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഏഥൻസിന് അത്ര സുഖകരമായ ഒരു അവസ്ഥയായിരുന്നില്ല. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. 3 പ്രശ്നങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഒന്ന്, പാലന്റൈറ്റ്സ് എന്ന ഒരു കൂട്ടം ആൾക്കാർ. 2, ആൾക്കാർക്കൊക്കെ നാശമുണ്ടാക്കുന്ന ഒരു വലിയ കാള. 3ാമത്, ക്രീറ്റിനുമായിട്ട് ഒരു യുദ്ധത്തിൽ തോറ്റതിന്റെ ഭാഗമായിട്ട് അവിടേക്ക് 7 വർഷത്തിലൊരിക്കൽ അയക്കേണ്ടി വരുന്ന യുവതികളുടെയും യുവാക്കളുടെയും കഥ. ആരാണെന്നോ ഈ പാലന്റൈറ്റ്സ്? ഏജിയസ് രാജാവിന് ഒരു സഹോദരനും കൂടിയുണ്ട്, ഇളയ സഹോദരൻ. പല്ലാസ് എന്നാണ് പേര്. നമ്മുടെ അഥീനയുടെ പേര് പല്ലാസ് അഥീന എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിലൊരു പല്ലാസിനെ പറ്റി പറയുന്നുണ്ട്, ഇത് വേറെ ആളാണ്. അപ്പോൾ പല്ലാസിന് ആൺകുട്ടികൾക്ക് ക്ഷാമമൊന്നുമില്ല, 10-50 കുട്ടികളുണ്ട്. ഇവരെല്ലാവരും കൂടി രാജാവിനെതിരെ തിരിഞ്ഞ് എങ്ങനെയെങ്കിലും ഏഥൻസിന്റെ ഭരണം പിടിച്ചെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പാലന്റൈറ്റ്സ് എന്നാണ് ഈ കൂട്ടരെ മൊത്തത്തിൽ വിളിക്കുന്നത്. ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കലാപങ്ങളും വിപ്ലവങ്ങളും ഒക്കെ ഉണ്ടാക്കി രാജാവിന് വലിയ തലവേദന ഉണ്ടാക്കിയിരിക്കുകയാണ്. 2ാമത്, ഒരു വലിയ കാളയുടെ കാര്യം പറഞ്ഞില്ലേ, ഈ കാള എവിടുന്ന് വന്നെന്നറിയാമോ? നമ്മുടെ ഹെർക്കുലീസിന്റെ 12 കഠിന ജോലികളിൽ ഒന്നായിരുന്നല്ലോ ക്രീറ്റൻ ബുൾ. ക്രീറ്റൻ ബുള്ളിനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്ന് യൂറിസ്തിയസിനെ കാണിച്ചു. യൂറിസ്തിയസ് അതിനെ കാട്ടിലേക്ക് അഴിച്ചുവിട്ടു. കാട്ടിലൊന്നും പോയില്ല, മരത്തോൺ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടുത്തെ ജനങ്ങൾക്ക് മൊത്തം പുലിവാൽ ഉണ്ടാക്കുകയാണ് ഈ കാള. ഇപ്പൊ അതിന്റെ പേര് മരത്തോണിയൻ ബുള്ളാണ്, നമ്മുടെ ക്രീറ്റൻ ബുള്ള് തന്നെ. മരത്തോണിയൻ ബുള്ളിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഇല്ലാണ്ടാക്കണം. രാജ്യത്തെ വീരന്മാർക്ക് ആർക്കും അത് സാധിക്കുന്നില്ല. ഇതായിരുന്നു 2ാമത്തെ പ്രശ്നം. 3ാമത്, ക്രീറ്റിലെ രാജാവായിരുന്നു മിനോസ്. അത് നമ്മള് ആ കഥ പറഞ്ഞപ്പോഴേ പറഞ്ഞതാണ്. മിനോസിന് ഒരു മകനുണ്ടായിരുന്നു. മിനോസിന്റെ മകന്റെ പേരാണ് ആൻഡ്രോജിയസ്. ഈ ആൻഡ്രോജിയസ് ഒരു പാൻ അഥീനിയൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒളിമ്പിക്സ് ഒക്കെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു കായിക മത്സരമുണ്ട്. അതിൽ വന്നിട്ട് എല്ലാ ആൾക്കാരെയും തോപ്പിച്ച് വീരനായപ്പോ ഈ പാലന്റൈറ്റ്സ് എന്താ ചെയ്തേ? അയാളെ അങ്ങ് കൊന്നുകളഞ്ഞു. മൈനോസിന് ദേഷ്യമായി. പാലന്റൈറ്റ്സ് ആണോ ഏജിയസ് ആണോ ആളെ കൊന്നൊന്നും നോക്കിയില്ല. ക്രീറ്റ് ഏഥൻസുമായിട്ട് യുദ്ധത്തിന് വന്നു. ക്രീറ്റ് ഭയങ്കര വലിയ രാജ്യമാണ്. ഏഥൻസിനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക ബുദ്ധിമുട്ടാണ് ക്രീറ്റിനെ. അപ്പോൾ എന്താ ചെയ്തേ? രാജാവ് ഒരു സമാധാന ഉടമ്പടി ഉണ്ടാക്കി. 7 വർഷം കൂടുമ്പോൾ 7 യുവാക്കളെയും 7 യുവതികളെയും ഏഥൻസിൽ നിന്നും ക്രീറ്റിലേക്ക് അയക്കും. എന്തിനാണെന്നോ? അവിടെ ഒരു ഭീകര ജീവിയുണ്ട്, മിനോട്ടോർ.
പകുതി മനുഷ്യനും പകുതി കാളയുമായ മിനോട്ടോറിന് ഒരു വലിയ ലാബിറിന്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ രാജാവ്. അതിലേക്ക് എറിഞ്ഞ് മിനോട്ടോറിന് ഭക്ഷണമാക്കാൻ. അങ്ങനെ തീസിയസിന് പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങൾ ഏഥൻസിൽ ഉണ്ടെന്നർത്ഥം. അപ്പോൾ ആദ്യത്തേത് ഏതായിരിക്കണം? നമ്മുടെ മാരത്തോണിയൻ ബുള്ളിനെ കൊന്നുകളയാൻ തീസിയസ് തീരുമാനിച്ചു. ഇത്രയും ആൾക്കാർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതല്ലേ, എത്ര എതിരാളികളെ കീഴടക്കിയവനാണ് ഞാൻ, ഒന്ന് ശ്രമിച്ചു നോക്കാം. മാരത്തോൺ എന്ന് പറയുന്ന സ്ഥലത്തെത്തി ആ കാളയെ ആക്രമിച്ച് കീഴടക്കി. കൊന്നില്ല, ജീവനോട് പിടിച്ചുകൊണ്ട് വന്നു. അപ്പോഴേക്കും തീസിയസ് എന്നൊരു വീരന് വേറൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട കാര്യമില്ല ഏഥൻസില്. കാരണം ഒരുപാട് ഭാരമുള്ള കിലോ കണക്കിന് തൂക്കമുള്ള ഈ കാളയെ തോളിലെടുത്ത് വെച്ചുകൊണ്ടാണ് തീസിയസിന്റെ വരവ്. അതൊരു രാജകീയമായ കാഴ്ചയും വരവൊക്കെ തന്നെയായിരുന്നു. ആൾക്കാരെല്ലാം ചുറ്റും കൂടി. അപ്പോ ഈ കാളയെ സ്യൂസിന്റെ ക്ഷേത്രത്തില് ബലി നൽകുകയാണ് വേണ്ടതെന്ന് തീസിയസ് പറഞ്ഞു. രാജാവ് തന്നെ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടാക്കി തീസിയസിനെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. പക്ഷെ രാജാവിന് മനസ്സിലായില്ല അത് തന്റെ മകനാണെന്ന്. മീഡിയയ്ക്ക് പക്ഷെ മനസ്സിലായി. അവൾക്ക് ഒരു ഭീഷണിയാണ് തന്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മനസ്സിലാക്കാൻ ഒട്ടും പ്രയാസം ഉണ്ടായില്ല. മന്ത്രവാദിനിയും കൂടി രാജാവിന്റെ ഏറ്റവും മൂത്ത അനന്തരാവകാശിയെ വിഷം കൊടുത്തു കൊല്ലാൻ മീഡിയ തീരുമാനിച്ചു. അതിനായിട്ട് രാജാവിനോട് പറഞ്ഞു, നോക്കൂ, ഇത്രയും വീരനായ ഒരാൾ ആ പാലന്റൈഡുകാരുടെ ആളാണെന്നാണ് തോന്നുന്നത്. ഇവനെ നമുക്ക് വെച്ചുകൊണ്ടിരുന്നുകൂടാ, നമുക്കിവനെ ഇന്ന് രാത്രിയിൽ തന്നെ കൊന്നേക്കാം. രാജാവിന് അതിൽ സംശയിക്കൊക്കെ ഒന്നും തോന്നിയതുമില്ല. രാത്രിയില് തീസിയസ് എത്തിയപ്പോ പക്ഷേ രാജാവ് തന്റെ പഴയ ആ വാള് കണ്ടുപിടിച്ചു. തന്റെ മകന് വേണ്ടിയിട്ട് താൻ ട്രോയ്സണിലെ ഒരു വലിയ പാറക്കല്ലിന് കീഴിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. തന്റെ മുമ്പിൽ നിൽക്കുന്നത് എയ്ത്രയുടെ മകനാണെന്ന് മനസ്സിലാക്കാൻ ഒട്ടും താമസം ഉണ്ടായില്ല. മീഡിയ ആ വൈനിന്റെ പാത്രത്തില് വിഷം പകർന്ന് തീസിയസിന് കൊടുത്തതും രാജാവ് അത് തട്ടിക്കളഞ്ഞു. മീഡിയയെ രാജ്യത്ത് നിന്നും പുറത്താക്കാൻ ആജ്ഞാപിച്ചു. തന്റെ മകനെ കൊല്ലാനാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് രാജാവിന് മനസ്സിലായി. അങ്ങനെ അച്ഛനും മകനും ഒരുമിച്ചു. പക്ഷേ പാലന്റൈഡ്സിന് രാജാവിനോടുള്ള ദേഷ്യം തീരുന്നില്ലല്ലോ. രാജാവിനെ മാത്രമല്ല, ഇപ്പം പുതിയ ഒരാളെ കൂടി വകവരുത്തേണ്ടിയിരിക്കുന്നു, ഒരു അനന്തരാവകാശിയെ. പാലന്റൈഡ്സ് 2 ഗ്രൂപ്പുകളായി വന്നിട്ട് രാജാവിനെയും കൊട്ടാരത്തിനെയും ഒക്കെ ആക്രമിക്കാൻ പദ്ധതിയിട്ടു. പക്ഷേ തീസിയസിന് ഇവര് വളരെ നിസ്സാരന്മാരായിരുന്നു. കാര്യം, ഇത്രയും ആൾക്കാരെ, വീരന്മാരെ ഒരുമിച്ച് തീസിയസ് നേരിട്ടിട്ടില്ല. പക്ഷെ രാജാവിന്റെ സൈന്യവും കൂടെ കൂട്ടിനില്ലേ. അപ്പോൾ എല്ലാവരും ചേർന്ന് പാലന്റൈഡ്സിന്റെ കാര്യത്തിലും ഒരു തീരുമാനമാക്കി. അപ്പൊ തീസിയസിന് രാജകുമാരന് രാജകീയ പരിവേഷം കിട്ടിയെന്ന് പറയേണ്ടതില്ലല്ലോ. അപ്പോ എല്ലാവർക്കും ആഹ്ലാദത്തിനുള്ള സമയമായി. പക്ഷേ അടുത്ത പ്രശ്നം വന്നു. 7 വർഷത്തിലൊരിക്കൽ ആൾക്കാരെ ക്രീറ്റിലേക്ക് അയക്കണ്ടേ, ആ സമയം എത്തി. രാജാവിന് വർഷങ്ങൾക്ക് ശേഷം തന്നെ മകനെ തിരികെ കിട്ടിയപ്പോൾ 14 കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ നഷ്ടമാകാൻ പോവുകയാണ്. തീസിയസും ഈ കഥ അറിഞ്ഞു. തീസിയസ് ആ 14 പേരിൽ ഒരാളാവാൻ സ്വയം സന്നദ്ധനായി മുൻപോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പരിപാടി ഇത്തവണത്തേതുകൊണ്ട് അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം, ഞാനും പോകുന്നുണ്ട് ക്രീറ്റിലേക്ക് ഇവരുടെ കൂടെ. ഏജീസിന് മകന്റെ വീരത്വത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ എന്നാലും സ്വന്തം മകനല്ലേ, അങ്ങനെ അയക്കാൻ വിഷമമുണ്ടായിരുന്നു. യാത്ര പറയുന്നതിന് മുമ്പായിട്ട് ഏജീസ് പറഞ്ഞു, നമ്മുടെ കപ്പലിന്റെ ആ പായിന്റെ കളറ് നമുക്ക് ഇപ്പോ കറുപ്പായിട്ട് പോകാം, തിരികെ നീ വിജയിച്ചു വരുമ്പോൾ അത് മാറ്റി വെളുത്ത പായ വെക്കണം. അപ്പോ എനിക്ക് മനസ്സിലാകും ക്രീറ്റിൽ നിന്നും വിജയശ്രീലാളിതനായാണ് നീ തിരികെ വരുന്നതെന്ന്. തീസിയസ് സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും കൂടി ക്രീറ്റിലേക്ക് യാത്രയായി. 14 യുവാക്കളും അതിലൊരാളായിട്ട് തീസിയസും. അങ്ങനെ ഏഥൻസിൽ നിന്നുള്ള സംഘം ക്രീറ്റിലെത്തി. 7 വർഷത്തിലൊരിക്കൽ ഇത് പതിവാണല്ലോ. ക്രീറ്റ് ഇതൊരു ഉത്സവ സമയമാണ്, മിനോട്ടോറിന് ഇരകളെ കിട്ടാൻ പോകുന്ന സമയം. ക്രീറ്റ് എന്ന രാജ്യത്തിന്റെയും അവിടുത്തെ രാജാവായ മിനോസിന്റെയും മിനോട്ടോറിന്റെയും ഒക്കെ കഥകൾ വളരെ രസകരമാണ്. തീസിയസിന് ശ്രദ്ധ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ പിന്നീടത്തേക്കായിട്ട് മാറ്റിവെക്കുകയാണ്. ഈ മിനോട്ടോറും ചില്ലറക്കാരനൊന്നും അല്ല, പക്ഷെ ഇപ്പൊ പ്രാധാന്യം തീസിയസിന്. അപ്പൊ നമുക്ക് തീസിയസിന്റെ കഥയിലേക്ക് തിരിച്ചു വരാം. ഏഥൻസിലെ യുവാക്കളുമായി എത്തിയിട്ട് യുവാക്കളെല്ലാം മിനോട്ടോറിന്റെ ലാബിറിന്തിലേക്ക് പോകേണ്ട സമയമായി. തീസിയസിന് ഒരു പരിഭ്രമവും ഉണ്ടായില്ല. കൂട്ടത്തിൽ ഒരു പ്രണയകഥയും കൂടി സംഭവിച്ചു. മിനോസ് രാജാവിന്റെ മകളായ അരിയാഡ്നയ്ക്ക് തീസിയസിനോട് കലശലായ പ്രേമം. മിനോട്ടോറിന്റെ വായിലേക്കല്ലേ പോകുന്നത്, ഇദ്ദേഹത്തിനെ രക്ഷിക്കണമല്ലോ. അരിയാഡ്നെ എന്ത് ചെയ്തെന്നോ, ലാബിറിന്ത് ഉണ്ടാക്കിയ ശില്പിയായ ഡെഡാലസിനെ പോയി കണ്ട് അതിന്റെ സൂത്രപ്പണികളെല്ലാം പഠിച്ചു വെച്ചു. ഒരു ചാട് നൂല് കൊടുത്തിട്ട് അത് നൂറ്റുകൊണ്ട് മിനോട്ടോറിന്റെ അടുത്തേക്ക് ചെന്നാൽ അയാളെ കൊന്ന ശേഷം തിരികെ വരുമ്പോൾ വഴിതെറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഭീകരനായ മിനോട്ടോറിന്റെ മുമ്പിലേക്ക് എത്തി തീസിയസ്. അതിഭയങ്കര യുദ്ധമായിരുന്നു. ആയുധങ്ങളൊന്നും തീസിയസിന്റെ കയ്യിലില്ല. ഒടുവിൽ മിനോട്ടോറിന്റെ കൊമ്പ് തന്നെ ഒടിച്ച് അയാളെ വകവരുത്തിയിട്ടാണ് തിരിച്ച് ലാബിറിന്തിന് പുറത്തെത്തിയത്. ഏഥൻസിലെ യുവാക്കളെല്ലാം ആഹ്ലാദ നൃത്തം ചവിട്ടി. അരിയാഡ്നെയും അനിയത്തിയായ
ഫേദ്രയും കൂട്ടി അവിടെ നിന്ന് ഏഥൻസിലേക്ക് യാത്രയായി തീസിയസ്. വഴിയിൽ വെച്ച് ഒരു ദ്വീപിൽ ചെന്നപ്പോൾ അരിയാട്ടിനെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇത്രയും സഹായിച്ച അരിയാട്ടിനെ ഉപേക്ഷിച്ചത് നന്ദികേടായി പോയില്ലേ? തീസിയസ് അങ്ങനെ ചെയ്തതിന് പിന്നിലുള്ള സിദ്ധാന്തങ്ങളെ പറ്റി പല ചർച്ചകളും നടക്കുന്നുണ്ട്. എന്തായാലും അരിയാട്ടിനേക്ക് അത് ഗുണകരമായി ഭവിച്ചു. പിന്നീട് അതുവഴി വന്ന വീഞ്ഞിന്റെ ദേവനായ ഡയോനീഷ്യസ് അരിയാട്ടിനെ വിവാഹം കഴിക്കുകയും അവർ ദീർഘകാലം വളരെ സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. അരിയാട്ടിനെ മാത്രമല്ല, കപ്പലിന്റെ പായയുടെ നിറം കറുപ്പിൽ നിന്ന് വെളുപ്പാക്കാനും തീസിയസ് മറന്നുപോയിരുന്നു. കപ്പൽ വരുന്നത് നോക്കിയിരുന്ന ഏജിയസ് രാജാവ് കറുത്ത പായ കണ്ട് ഹൃദയം തകർന്ന് കടലിലേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. വളരെ പണ്ട് ഡൽഹിയിലെ പുരോഹിതൻ പറഞ്ഞ പ്രവചനം സത്യമായി തീർന്നു. ഏജിയസിന്റെ ഭരണത്തോടുകൂടി തീസിയസ് തന്നെ ഏഥൻസിന്റെ രാജാവായി. വളരെ കാലം വളരെ നല്ല രീതിയിൽ തന്നെ തീസിയസ് രാജ്യഭരണം തുടർന്നു. പക്ഷേ തീർന്നിട്ടുണ്ടായിരുന്നില്ല പ്രശ്നങ്ങൾ. അരിയാട്ടിനെ വഴിയിൽ ഉപേക്ഷിച്ചത് മുതൽ തീസിയസിന്റെ കാലം അത്ര നന്നല്ലെന്ന് തോന്നുന്നു. ഒരുപാട് മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ ചെയ്യാൻ തുടങ്ങി ഇദ്ദേഹം. ചില്ലറക്കാരെയൊന്നും അല്ല തീസിയസ് അടുത്തതായിട്ട് എതിരാളിയാക്കാൻ പോയത്. അതിന് തക്ക പണി കിട്ടുകയും ചെയ്തു. നമ്മൾ ഹെർക്കുലീസിന്റെ കഥ പറഞ്ഞപ്പോഴും തീസിയസിനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ട പറഞ്ഞില്ലേ? അപ്പോൾ ആ കഥകളൊക്കെ ആയിട്ട് തീസിയസിന്റെ കഥയുടെ അവസാന ഭാഗം അടുത്ത വീഡിയോയിൽ വരും വരേക്കും കീപ് വാച്ചിങ് സാരംഗി സ്പീക്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.